നമസ്കാരം. സാധാരണ ഒരാൾക്ക് ജീവിതത്തിൽ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമോ? നല്ലൊരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ലളിതമായ ഒരു ഫോർമുല മുന്നിലെത്തിയാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നൽകിയ ഒരു വീഡിയോയെക്കുറിച്ചാണ്. RS രാജൻ എന്ന വ്യക്തിയുടെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു ഫോർമുല. നമുക്കതിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും. കാരണം ഇത് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, മറിച്ച് സ്ഥിരോത്സാഹവും പിന്നെ ശരിയായ അവസരവും ഇവ രണ്ടും ഒത്തുചേരുമ്പോൾ എന്തത്ഭുതം സംഭവിക്കാം എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണിത്. ജീവിതത്തിലെ ഏറ്റവും വലിയ താഴ്ചകളിൽ നിന്ന് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക്. അതെ, അതിന് അദ്ദേഹത്തെ സഹായിച്ച ആ പ്ലാറ്റ്ഫോം എന്തായിരുന്നു? അതാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ചെന്നൈ സ്വദേശിയാണ് രാജൻ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? BHELൽ, അതായത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൽ ഒരു എഞ്ചിനീയർ ആകുക. അതായിരുന്നു സ്വപ്നം. പക്ഷെ ജീവിതം എപ്പോഴും നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകില്ലല്ലോ. ഒരിക്കലുമില്ല. വെറും 0.5% അത്രയും മാർക്കിന്റെ വ്യത്യാസത്തിൽ അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് സീറ്റ് നഷ്ടമായി. ആ പ്രായത്തിൽ അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. തീർച്ചയായും. പക്ഷേ അവിടെ തളർന്നിരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതെ, അദ്ദേഹം ഒരു ഡിപ്ലോമ പൂർത്തിയാക്കി. എന്നിട്ട് തന്റെ സ്വപ്നമായിരുന്ന അതേ BHEL കമ്പനിയിൽ ഒരു സൂപ്പർവൈസറായി ജോലിക്ക് കയറി. പക്ഷേ ആ പഴയ ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ, എഞ്ചിനീയർ ആകണം. അതെ, അതിനായി അദ്ദേഹം AMIE എന്നൊരു കോഴ്സ് പഠിക്കാൻ തുടങ്ങി. നമുക്ക് കേൾക്കുന്നവർക്കു വേണ്ടി എന്താണ് AMIE എന്ന് സിമ്പിളായിട്ടൊന്ന് പറയാം. പറയൂ. അതായത് ജോലി ചെയ്തുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് തുല്യമായ യോഗ്യത നേടാനുള്ളൊരു വഴിയാണത്. പക്ഷേ അതത്ര എളുപ്പമുള്ള ഒന്നല്ല. പക്ഷേ രാജനത് പാസ്സാവുക മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ വെള്ളി മെഡൽ നേടുകയും ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരിക്കും ആ ഒരു കഠിനാധ്വാനം തന്നെ ആവണം പിൽക്കാലത്ത് അദ്ദേഹത്തിനൊരു മുതൽക്കൂട്ടായത്. അതോടെ BHEL പ്രൊമോഷനൊക്കെ കിട്ടി ജീവിതം ഒരു ട്രാക്കിലായിന്ന് കരുതിയ സമയത്താണ് അതെ, എല്ലാം മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത്. എന്തായിരുന്നു അത്? അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു കുടുംബ സുഹൃത്തിന് രക്താർബുദം വന്നു. വെറും 4 മാസത്തിനുള്ളിൽ ആ സുഹൃത്ത് മരിച്ചു. അയ്യോ. പക്ഷേ രാജൻ അതിനേക്കാൾ ഉലച്ചതെന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായി ആ കുടുംബം തകർന്നു. അക്ഷരാർത്ഥത്തിൽ തിരിവിലേക്കിറങ്ങേണ്ടി വന്നു. ആ കാഴ്ചയാണ് അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചത്. എന്ത് ചിന്തിപ്പിച്ചു? തന്റെ ജോലി സുരക്ഷിതമാണെന്ന ആ ഒരു വിശ്വാസം പോയോ ചെറിഞ്ഞു. അതൊരു വലിയ തിരിച്ചറിവാണല്ലോ. അതെ, വരുമാനം തരുന്നയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വരുമാനം അപ്പത്തന്നെ നിലയ്ക്കും. അതോടെ ജീവിതം വഴിമുട്ടും. ഈ ഒരു ഭയപ്പെടുത്തുന്ന സത്യമാണ് അദ്ദേഹം ആ സുഹൃത്തിന്റെ ജീവിതത്തിലൂടെ നേരിൽ കണ്ടത്. ആ തിരിച്ചറിവ് അദ്ദേഹത്തെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിച്ചു. പക്ഷെ അതിനിടയിലും ജീവിതം അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിക്കുകയായിരുന്നു, അല്ലേ? ആയിരുന്നു. 2009 ഇതിലും വലിയൊരു പ്രതിസന്ധി അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? 2009 അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. വീട് വിൽക്കേണ്ടി വന്നു, ഭാര്യയുമായി വേർപിരിയേണ്ടി വന്നു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയൊരു നിമിഷം. ആകെ തകർന്ന അവസ്ഥ. അതെ, ആ സമയത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ സിദ്ധാർത്ഥ് വഴി വെസ്റ്റീജ് എന്ന അവസരം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. രാജൻ ആ നിമിഷത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്, അദ്ദേഹം എന്റെ സുഹൃത്തല്ല, ദൈവമയച്ച ദൂതനാണ് എന്നാണ്. അപ്പോ എന്താണ് ഈ വെസ്റ്റീജ്? വീഡിയോയിൽ അതൊരു മാന്ത്രിക വടി പോലെയാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി? ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വെസ്റ്റീജ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒരു മിനിറ്റ്, ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ സിമ്പിളായിട്ടൊന്ന് പറയാമോ? പറയാമല്ലോ. വളരെ ലളിതമാണ്. നിങ്ങൾക്കൊരു കടയോ വലിയ മുതൽമുടക്കോ ഒന്നും ആവശ്യമില്ല. ഓക്കേ. നിങ്ങൾ ചില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, അവയുടെ ഗുണമേന്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അത്രയുള്ളൂ. അവർ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ വരുമാനം ലഭിക്കുന്നു. ഓക്കേ, അത് വളരെ സിമ്പിളായി തോന്നുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്ര വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമോ? ഇല്ല. അവിടെയാണ് ഇതിലെ ഏറ്റവും മികച്ച ആശയം വരുന്നത്. നിങ്ങളെപ്പോലെ ഈ അവസരം ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവരെ നിങ്ങൾ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നിങ്ങളൊരു ടീമിനെ പടുത്തുയർത്തുന്നു. മനസ്സിലായി. പിന്നീട് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ മാത്രം പ്രയത്നത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മുഴുവൻ ടീമിന്റെയും പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും.
അതായത് വലിയ മുതൽമുടക്കില്ലാതെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരവസരം. കൃത്യമായി, അതാണ് പോയിന്റ്. അപ്പോൾ രാജൻ എപ്പോഴും പറയുന്ന ലളിതമായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക എന്നതിനർത്ഥം ദിവസവും പുതിയ ആളുകളോട് സംസാരിക്കുക, ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, തന്റെ ടീമിലുള്ളവരെ പഠിപ്പിക്കുക, സഹായിക്കുക എന്നതൊക്കെയാണ്. അല്ലാതെ എന്തെങ്കിലും രഹസ്യ ഫോർമുല അല്ല. എക്സാക്ട്ലി. വിജയിക്കാൻ നിങ്ങൾ അസാധാരണമായ കഴിവുകളുള്ള ആളാകേണ്ടതില്ല. വേണ്ട. പക്ഷേ ലളിതമായ കാര്യങ്ങൾ അസാധാരണമായ സ്ഥിരതയോടെ ചെയ്യണം. ഈ ഒരു സിസ്റ്റത്തിന്റെ ശക്തിയാണ് രാജൻ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ജീവിതം അപ്പാടെ മാറ്റിയെഴുതിയത്. ആ മാറ്റം എത്ര വലുതായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. വെസ്റ്റീജിലെത്തിയ ശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം വിജയിക്കുക മാത്രമല്ല ചെയ്തത്, അല്ല, തന്നോടൊപ്പം വന്ന ഒരുപാട് സാധാരണക്കാരെ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തി. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം വിജയം മാത്രമല്ല, മറ്റുള്ളവരെയും വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം. അവിടെയാണ് ആ പ്ലാറ്റ്ഫോമിന്റെ യഥാർത്ഥ സൗന്ദര്യം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ നോക്കിയാലോ നമ്മൾ ഞെട്ടിപ്പോകും. ചെന്നൈയിലെ പ്രധാന IT പാർക്കിനടുത്തുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ. ഓ, അവിടെയാണോ? അതെ, ഏകദേശം 4 കോടി രൂപ വിലമതിക്കുന്ന ഒരു വലിയ വില്ലയിലാണ് അദ്ദേഹം ഇന്ന് താമസിക്കുന്നത്. കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഇഷ്ടം ഓർമ്മയില്ലേ? ഉണ്ട്. എനിക്ക് എന്റെ ഒരു കാറ് തന്നെ നോക്കാൻ സമയമില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് സ്വന്തമായി 9 കാറുകളുണ്ട് എന്ന് കേൾക്കുന്നത്. 9 എണ്ണം. അതിലും രസമെന്താണെന്നറിയോ? അതിൽ 2 എണ്ണം മെഴ്സിഡീസ് ബെൻസ് ആണ്. ഒരു സാധാരണ സൂപ്പർവൈസർ ജോലിയിൽ നിന്ന് തുടങ്ങിയ ഒരാളുടെ ജീവിതത്തിലെ മാറ്റം നോക്കൂ. യാത്രകളെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് വെസ്റ്റീജിലൂടെ ഇതുവരെ 35ഓളം രാജ്യങ്ങളിൽ 35ഓ? അതെ, 30 വിദേശയാത്രകൾ നടത്താൻ കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തോന്നാം. പക്ഷെ ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്. ഈ നേട്ടങ്ങൾ കേവലം ഭൗതികമായ കാര്യങ്ങളിൽ ഒതുങ്ങുന്നില്ലല്ലോ. ഇല്ല. അതിനപ്പുറം വലിയ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയില്ലേ? അന്നത്തെ തമിഴ്നാട് ഗവർണറായിരുന്ന ശ്രീ റോസയ്യയിൽ നിന്ന്. ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എക്സലൻസി അവാർഡ്. അതെ, അതൊന്നും പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. തന്റെ വിജയകഥ പങ്കുവയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർന്നു. അതെ. ഇവിടെയാണ് നമ്മൾ വീണ്ടും ആ പ്രധാന ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? എങ്ങനെ? രാജൻ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ഒരേ ഒരു കാര്യമാണ്: വെസ്റ്റീജ് എന്ന ഈ മികച്ച പ്ലാറ്റ്ഫോം. തന്റെ കഴിവിനേക്കാൾ തനിക്ക് ലഭിച്ച അവസരത്തിന്റെ, ആ സിസ്റ്റത്തിന്റെ മഹത്വമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതെ, വീഡിയോയിലെ അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ യഥാർത്ഥത്തിൽ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായിരുന്നു അത്? അദ്ദേഹം പറയുന്നു, ഇത് സാധാരണക്കാർക്ക് കാലെടുത്ത് വെക്കാനും ചെറിയ ചുവടുകൾ വെച്ച് പഠിച്ചു തുടങ്ങാനും വിജയത്തിലെത്താനുമുള്ളൊരിടമാണ്. ആ സന്ദേശം വളരെ വ്യക്തമാണ്. വിജയത്തിന് അസാധാരണമായ കഴിവുകളോ കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കോ ആവശ്യമില്ല. വേണ്ട. മറിച്ച് സാധാരണമായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാനുള്ളൊരു മനസ്സും അത് പ്രയോജനപ്പെടുത്താൻ ശരിയായ ഒരു അവസരവുമാണ് വേണ്ടത്. വെസ്റ്റീജ് അങ്ങനെ ഒരു അവസരമാണ് ഓരോ സാധാരണക്കാരന്റെ മുന്നിൽ വെക്കുന്നത്. അപ്പോ നമുക്ക് വേണ്ടത് ആ അവസരം ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം മാത്രമാണ്. അതെ, ലളിതമായ ചുവടുകൾ സ്ഥിരതയോടെ മുന്നോട്ട് വയ്ക്കാനുള്ളൊരു തീരുമാനം. ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു വ്യക്തിയുടെ പ്രചോദനാത്മകമായ ജീവിതാനുഭവം മാത്രമല്ല, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. ശരിയായ അവസരം കണ്ടെത്തി ലളിതമായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തതിലൂടെ അദ്ദേഹം നേടിയത് സ്വപ്ന തുല്യമായൊരു ജീവിതമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങളോട് ഒരു ചിന്ത പങ്കുവയ്ക്കാനുണ്ട്. പറയൂ. നമ്മളെല്ലാവരും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. പക്ഷെ പലപ്പോഴും ആ സ്വപ്നങ്ങൾ നേടാൻ ഒരു വലിയ ബിസിനസ് തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അസാധാരണമായ കഴിവ് വേണമെന്നോ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിയാണ്. എന്നാൽ RS രാജന്റെ ജീവിതം നമ്മളോട് പറയുന്നത് മറ്റൊരു കാര്യമാണ്. വലിയൊരു കുതിച്ചുചാട്ടമല്ല, മറിച്ച് ആർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ ലളിതമായ ചുവടുകൾ ശരിയായ ദിശയിൽ സ്ഥിരമായി വെക്കുന്നതിലൂടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?